ദിവസവും വൈകുന്നേരം 7 മുതൽ 8 വരെ തത്സമയം നടക്കുന്ന ഈ പ്രാർത്ഥനയിലും ആരാധനയിലും ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേക കുടുംബാംഗങ്ങൾ നമ്മോടുകൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. തിരുവഴുത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ ഞാൻ നിന്നെ താങ്ങുവേ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇന്ന് രാത്രി ഓരോ പ്രിയപ്പെട്ടവരെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്, അവർ സൗഖ്യമായി തീരട്ടെ. തകർച്ചകളുടെ, പരാജയങ്ങളുടെ, വേദനകളുടെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവ്, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അങ്ങ് നൽകുന്ന സൗഖ്യവും സ്വാതന്ത്ര്യവും വിടുതലും സമാധാനവും അവർ അനുഭവിക്കട്ടെ. കർത്താവ്, അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. തത്സമയം നടക്കുന്ന പ്രാർത്ഥനയുടെയും ആരാധനയുടെയും 2530ാമത്തെ ദിവസമായി ഈ രാത്രി നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ഹാർവസ്റ്റ് കേരളത്തിലുടെയും യൂട്യൂബിലെ അനേകർ നമ്മോട് കൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. നമുക്കറിയാം, തിങ്കൾ മുതൽ ശനി വരെയും എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലും ബാക്കി എല്ലാ ദിവസവും രാത്രി 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലുടെയും ഈ പ്രാർത്ഥന ലോകരാജ്യത്തിൽ എത്തിച്ചേരുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങൾ ലോകത്തിന് എവിടെയാണെങ്കിലും നാം ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ നാം ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്ന അനേകർ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. യേശുവിൻ്റെ സൗഖ്യം ആ പ്രിയപ്പെട്ട അനുഭവിക്കട്ടെ. വിവിധ ഹോസ്പിറ്റലിൽ കിടന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. കഴിഞ്ഞൊരു ദിവസം നമുക്ക് വന്നൊരു പ്രാർത്ഥനാ വിഷയം ഇത് എറണാകുളത്തുനിന്ന് ഷിബി അറിയിച്ചത്, അവരൊരു കസിന് ചില പ്രയാസങ്ങളിൽ കടന്നു പോയിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു, ICUയിൽ. അപ്പോൾ തന്നെ ഡോക്ടേഴ്സ് കൈവിട്ട ഒരു അവസ്ഥയായിരുന്നു. ഈ സമയത്താണ് പ്രൈം കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചത്. നമുക്കറിയാം, പ്രൈം കേരളയിൽ വരുന്ന ഓരോ പ്രാർത്ഥനാ വിഷയവും നമ്മളത് പ്രത്യേകം എഴുതാനുള്ള ഫോമിൽ അത് എഴുതി ഈ ഓൾട്ടറിൽ എത്തിക്കുന്നു. നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഈ ഡോക്ടേഴ്സ് കൈവിട്ടു, പക്ഷേ യേശു കൈവിട്ടില്ല, അത്ഭുതകരമായി സൗഖ്യം നൽകി കൊടുത്തു എന്നറിയിച്ചിരിക്കുന്നു. ഇത് മകൻ ഭയങ്കരമായ മദ്യപാനമായിരുന്നു, കുടുംബത്തിൽ യാതൊരു സമാധാനവുമില്ല എന്ന് അവരുടെ കുടുംബജീവിതത്തിൽ വരെ വലിയ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ബാംഗ്ലൂരിൽ നിന്നും ആ മാതാവ് മകൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥന വേണ്ടി അറിയിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു ആ മകനൊരു പൂർണ്ണ വിടുതൽ നൽകി കൊടുത്തു. ഇപ്പോൾ മദ്യപിക്കുന്നില്ല, കുടുംബത്തിൽ വലിയ സമാധാനവും അനുഭവിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. 6/21 രമണി സിസ്റ്റർ അറിയിച്ചിരിക്കുന്നതാണ്. കാഞ്ചരം കുളതെന്ന് അറിയിക്കുന്നത്, മകൾ തലയിൽ മുഴയായിരുന്നു, എണ്ണ തൊട്ട് പ്രാർത്ഥിച്ചു, അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്നവരെ തോന്നിയത്. ഇന്നും ഈ തത്സമയ പ്രാർത്ഥനയിൽ നമ്മൾ 7:40-45 ആകുമ്പോൾ എണ്ണയും വെള്ളമൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കും. ആ രോഗികൾ അത്ഭുതമായി സൗഖ്യം. ഈ സമയത്ത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വിവിധ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്നുണ്ട്, ഭവനങ്ങളിൽ സൗഖ്യമില്ലാതിരിക്കുന്നുണ്ട്, വർഷങ്ങളായി പലവിധമായ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും കടന്നു പോകുന്നുണ്ട്. ഓരോരുത്തരും വിടുതലിനും സൗഖ്യത്തിനുമായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ ഈ രാത്രി സമയം ഞങ്ങളുടെ സന്നിധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, എല്ലാ രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് അവരെ തരുക. ഇപ്പം കർത്താവ് യേശുവേ, അങ്ങയുടെ സൗഖ്യത്തെ ആ മക്കളുടെ മേൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രഷർ മൂലം ഭാരപ്പെടുന്ന അനേക മക്കളുണ്ട്, ഹൈ BP ആയിട്ട് ഭാരപ്പെടുന്ന അനേകരുണ്ട്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഡയബറ്റിക്സ് ആയി ഭാരപ്പെടുന്നവർക്കുണ്ട്, തൈറോയ്ഡ് കൂടി നിൽക്കുന്നവർക്കുണ്ട്, കുറഞ്ഞു നിൽക്കുന്നവർക്കുണ്ട്. അവർക്ക് വേണ്ടിയെല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സൗഖ്യത്തെ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യത്തെ ഇപ്പോൾ മക്കളുടെ മേൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ അനേക നാളുകളായെങ്കിൽ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പിലിപ്സി മൂലം ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ സൗഖ്യത്തെ ഇപ്പോൾ മക്കളുടെ മേൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, വിവിധ ക്യാൻസറിൻ്റെ വിവിധ സ്റ്റേജിലൂടെ പോകുന്നവരുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സൗഖ്യത്തെ ഇപ്പോൾ തന്നെ പ്രവർത്തിക്കുന്ന ദൈവശക്തി ഇപ്പോൾ മക്കളുടെ മേൽ ഇറങ്ങട്ടെ. ക്യാൻസർ സെൽസ് ഉരുകി മാറുവാൻ കൽപ്പിക്കുന്നു. പകരം കർത്താവേ, ജീവനുള്ള സെൽസ് അവിടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ക്യാൻസർ വരുത്തുന്ന ഘടകങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഫുഡാണെങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി കൊടുക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നു. ആ സാഹചര്യത്തെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊടുക്കണം ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കിഡ്നി രോഗം ഉണ്ടാക്കുന്ന കർത്താവേ, ഏത് സാഹചര്യമാണല്ലോ അവിടുത്തെ
നാമത്തിൽ മാറ്റിക്കൊടുക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ കിഡ്നി രോഗികളാക്കി വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 2 കിഡ്നിയും കർത്താവേ പോയെങ്കിൽ ആ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പുതിയ കിഡ്നി അവിടെ ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ കർത്താവെ സൗഖ്യമാക്കുന്ന ശക്തി ഇപ്പോൾ മക്കളുടെ മേൽ ഇറങ്ങി വരട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലവേദന മൂലം ഭാരപ്പെടുന്ന അനേകം മക്കളുണ്ട്. തലകറക്കം മൂലം ഭാരപ്പെടുന്ന അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവിക സൗഖ്യം അവരുടെ മേൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രാർത്ഥന ഇന്ന് 2530 ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുന്ന ഈ രാത്രി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും അനേകം പ്രിയപ്പെട്ട ഹാർവസ്റ്റ് കേരളത്തിലൂടെയും യൂട്യൂബിലൂടെയും നമ്മളുടെ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. പ്രിയങ്കിലെ വരുന്ന ഓരോ പ്രാർത്ഥനാ വിഷയത്തിന് നമ്മൾ മാത്രമല്ല നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞ നിങ്ങൾ ഭൂമിയിൽ 2 പേർ, അതായത് ഒന്നിലധികം പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുക. അത് ഏത് വിഷയമാണെങ്കിലും എൻ്റെ പിതാവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകി തരും. വളരെയധികമായി ഷുഗർ കൂടി വിഷമിക്കുന്ന ബീന പ്രാർത്ഥനയ്ക്കായിട്ട് കോയമ്പത്തൂരിൽ നിന്ന് സഹായം തേടിയിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ ലങ്സിൽ മുഴ ബയോപ്സിയുടെ റിപ്പോർട്ട് അനുകൂലമായി കിട്ടേണ്ടതിന് പ്രാർത്ഥന. ഏഞ്ചൽ മേരി പുനലൂരിൽ നിന്ന് പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ട്. വൈഫ് 6 മാസം ചിന്നു പ്രഗ്നൻ്റ് ആണ്. കോവിഡ് പോസിറ്റീവ്, ലങ്സിൽ ഇൻഫെക്ഷനുണ്ട്, വളരെ സീരിയസ് സ്റ്റേജിൽ ആയിരിക്കുന്നു. മിസ്റ്റർ ആൻ്റണിയാണ് പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നത്. സ്മിത ട്രിവാൻഡ്രത്തുനിന്ന് അറിയിച്ചത് ഇങ്ങനെയാണ്: സഹോദരന് കോവിഡ് വന്നപ്പോൾ തന്നെ അതികഠിനമായ ശ്വാസ തടസ്സവും നേരിട്ട് പെട്ടെന്ന് തന്നെ ICUയിലേക്ക് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു. ഈ സമയത്താണ് പ്രിയങ്കലയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആവശ്യപ്പെട്ട് ചേർന്ന് പ്രാർത്ഥിച്ചു. ബ്രദറിന് പൂർണ്ണ സൗഖ്യം യേശു നൽകി കൊടുത്തു. മകൾ അനുവിന് ബ്രസ്റ്റിൽ തടിപ്പ് വളരെയധികം പ്രയാസത്തിലൂടെ പോകുന്നു. മേഴ്സിയാണ് മാരാമണ്ണെന്ന് ഈ വിഷയം അറിയിച്ചിരിക്കുന്നത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും അടുത്തത് വൈഫ് സരള മാമോഗ്രാം ചെയ്യുന്നു, പ്രാർത്ഥന സഹായം തേടിയിട്ടുണ്ട്. ട്യൂമറിന് ഓപ്പറേഷനിലൂടെ പോകുന്നു, പ്രാർത്ഥന സഹായം തേടുന്നു. മറ്റ് ശക്തികൾ ശരീരത്തെ വലിഞ്ഞു മുറുക്കുന്നത് പോലെ ഇത് സെൽവനാണ് കണ്ണൂർ ജില്ലയിൽ നിന്ന് പ്രാർത്ഥന ചോദിക്കുന്നത്. ബ്രദർ മദ്യത്തിനടിമയാണ്. അദ്ദേഹത്തിന് പൂർണ്ണ വിടുതലിനായി പ്രാർത്ഥന അനിത നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. നമുക്കിന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് ഓരോ രോഗിയെയും യേശുവിൻ്റെ സൗഖ്യവും നന്മയും ഉണ്ടാകേണ്ടതിന് യേശു പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. 103-ാം സങ്കീർത്തനം 2-ാമത്തെ തിരുവെഴുത്തിൽ നാം വായിക്കുന്നത്, അവിടുന്ന് നമ്മുടെ ലംഘനങ്ങളെ ഒക്കെയും മോചിച്ച് നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന കർത്താവ്. അതായത് ആ ലംഘനം എന്നത് തടസ്സമാണോ സൗഖ്യത്തിന്, അതിനെയും മറികടന്ന് നമ്മെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവനാ. ഒരു ഡോക്ടർ ഇല്ലെന്ന് പറയുന്നുവോ, ഒരു മരുന്നില്ല എന്ന് പറയുന്നുവോ, അതാണോ അവിടെ
തടസ്സം അതിനെയും മറികടന്ന് നമ്മെ സൗഖ്യമാക്കുവാൻ യേശു മതിയായവൻ. ആ തിരുവെഴുത്ത് ഞങ്ങൾക്ക് സ്ക്രീനിലേക്ക് നൽകി തരാൻ സാധിക്കും. നമുക്കൊന്ന് ഉറക്കെ അത് വായിക്കാം. യേശു നമ്മുടെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഈ രാത്രി സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വിടുതല് ഓരോ കുടുംബത്തിലും വ്യക്തികളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഉണ്ടാകേണ്ടതിന് നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അതേ കർത്താവെ, അവിടെ ഞങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകിയാൽ, ഞങ്ങളുടെ അകൃത്യമൊക്കെ മോചിക്കുന്നവനാകിയാൽ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ കരങ്ങളിലേക്ക്, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശിരസ് മുതൽ ഉള്ളംകാൽ വരെ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ വ്യക്തികളും സ്വതന്ത്രരായി തീരട്ടെ, വിടുവിക്കപ്പെടട്ടെ, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഓരോ കോശങ്ങളും സൗഖ്യമായി തീരട്ടെ കർത്താവെ. വർഷങ്ങളായി പഴക്കമുള്ള രോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഡോക്ടേഴ്സ് ഉപേക്ഷിച്ച രോഗങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇപ്പോൾ അവർ സൗഖ്യമായി കിടക്ക വിട്ട് എഴുന്നേൽക്കട്ടെ കർത്താവെ. ഇത് യഹോവയാൽ സംഭവിച്ചു, മനുഷ്യദൃഷ്ടിയിൽ ആശ്ചര്യമായി തീർന്നു എന്ന് പറയുവാൻ തക്കോണം അങ്ങ് പ്രവർത്തിച്ചതിനായിട്ട് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മളിങ്ങനെ വായിക്കുന്ന യേശു നമ്മുടെ സകല അകൃത്യങ്ങളെയും മോചിക്കുകയും നമ്മുടെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുകയും ചെയ്യുന്നു. ഒരു മാതാവ് കഴിഞ്ഞ ദിവസം പ്രിയങ്കലിൽ വിളിച്ചറിയിച്ചത് ഇങ്ങനെയാണ്, അമ്മയ്ക്ക് യൂട്രസ് സംബന്ധമായി ഒത്തിരി പ്രയാസങ്ങളിലെ കടന്നു പോകുക. ഫൈനലി ഡോക്ടേഴ്സ് പറഞ്ഞ യൂട്രസ് റിമൂവ് ചെയ്യണം. പക്ഷേ ഈ മാതാവിന് ആ സർജറി നേരിട്ടുള്ള ആരോഗ്യമില്ലതാനും. പക്ഷേ ഈ സമയത്താണ് ഈ മാതാവ് പ്രിയങ്കലിനെ കുറിച്ച് അറിഞ്ഞത്. പ്രിയങ്കലിൽ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ച് സർജറി വേണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് സർജറി കൂടാതെ യേശു സൗഖ്യമാക്കി. ഇന്ന് രാത്രിയിൽ നമുക്കൊന്നിച്ച് സ്ത്രീ സമൂഹത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അവർ നേരിടുന്ന ഒത്തിരി പ്രയാസങ്ങളുണ്ട്, ശാരീരികമായി ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്നിട്ടുണ്ട്. കുടുംബത്തിൽ അവർ നേരിടുന്ന ഒത്തിരി വെല്ലുവിളികളുണ്ട്. അതിൻ്റെ നടുവിലെല്ലാം കർത്താവ് അവരെ പരിപാലിക്കേണ്ടതിന് വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ദൈവവചന പ്രകാരം ഓരോ സ്ത്രീയും പ്രാർത്ഥന ആലയമായി മാറേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥന വിഷയം ഇപ്പോൾ സമൃദ്ധർ വായിച്ചിങ്ങനെയാണ്. വൈഫ് 6 മാസം പ്രഗ്നന്റ്, ആ സമയത്ത് തന്നെ കോവിഡ് പോസിറ്റീവായി ലങ്സ് ഇൻഫെക്ഷനെ വളരെ സീരിയസ് സ്റ്റേജിൽ വൈഫ് ഇപ്പോൾ ആയിരിക്കുന്നു. വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ആൻ്റണി പ്രാർത്ഥന വിഷയം അറിയിച്ചിരിക്കും. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സൗഖ്യം മകൾ അനുഭവിക്കട്ടെ. അപ്പോൾ തന്നെ പ്രാർത്ഥനാലയമായി മാറുവാനും ദൈവം അനുഗ്രഹിക്കേണ്ടതിനായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ലോകത്തിലുള്ള സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, we bless every woman under the heaven who are created in the image of Jesus Christ.
ലോർഡ് കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, പ്രാർത്ഥനയുടെ ആത്മാവ് ഓരോ സ്ത്രീയിലും നിറയപ്പെടട്ടെ. ഓരോ സ്ത്രീയും പ്രാർത്ഥന ആലയമായി മാറട്ടെ. യേശു കർത്താവുമായിട്ടുള്ള ഒരു ആഴമേറിയ ബന്ധം, ഒരു ഡീപ്പ് റിലേഷൻഷിപ്പ് യേശു കർത്താവുമായിട്ട് ഉണ്ടാകേണ്ടതിനായി ഓരോ സ്ത്രീയെയും പരിശുദ്ധാത്മാവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്യൂസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മാനസിക പീഡയിൽ കൂടെ കടന്നു പോകുന്നവർ, ഹൃദയ തകർച്ച അനുഭവിക്കുന്നവർ, നിന്ദയിൽ കൂടെ കടന്നു പോകുന്നവർ, മദ്യപാനിയായ ഭർത്താക്കന്മാര് നിമിത്തം അനുഭവിക്കുന്ന മെന്റൽ ടോർച്ചർ അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങനെയുള്ളവരെ കർത്താവേ അവിടുന്ന് ഉദ്ധരിക്കണമേ, അവിടുന്ന് അവരുടെ ശിരസിനെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Woman, thou art loosed. ആ വചനത്തെ ഞങ്ങൾ അയച്ചു പ്രാർത്ഥിക്കുന്നു. സ്ത്രീയെ, നീ യേശുവിന്റെ നാമത്തിൽ സ്വതന്ത്രമാക. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ, ദുഃഖങ്ങൾ തകരട്ടെ. Let every yoke be shattered in the name of Jesus. ഓരോ സ്ത്രീയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവെ. അതുപോലെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാരുണ്ട്, ഒറ്റയ്ക്ക് ജീവിക്കുന്ന അമ്മമാരുണ്ട് കർത്താവെ. അങ്ങനെയുള്ളവരെ കർത്താവെ അവിടുന്ന് സംരക്ഷിക്കണം, സഹായിക്കണം. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി യേശുവെ അവിടുത്തെ കരം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ ഇന്ത്യയിലുള്ള സ്ത്രീ സമൂഹത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ പ്രവർത്തികളെയും ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ റദ്ദാക്കി പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലുള്ള സ്ത്രീ സമൂഹം ഡിവൈൻ പ്രൊട്ടക്ഷൻ അനുഭവിക്കട്ടെ, ദിവ്യ സംരക്ഷണം ഇന്ത്യയിലുള്ള സ്ത്രീകൾ അനുഭവിക്കട്ടെ കർത്താവേ. അതുപോലെ വിവിധ രോഗത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹോർമോൺ ഇംബാലൻസസ് നിമിത്തം ശാരീരിക പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന ഓരോ സ്ത്രീകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഐ ആം ദ ലോർഡ് who healeth thee എന്ന വചനം ഞങ്ങൾ അയച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ കർത്താവേ ആ ശരീരങ്ങളിലുള്ള രോഗ ആത്മാവ് പുറത്തു പോകട്ടെ, ശരീരങ്ങൾ സൗഖ്യമാകട്ടെ, മാനസിക രോഗികൾ സൗഖ്യമാകട്ടെ, ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദിവസങ്ങൾ പൂർത്തീകരിക്കുന്ന ഇന്ന് രാത്രിയിലും അനേക പ്രിയപ്പെട്ടവർ നമ്മോടുകൂടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. പ്രിയങ്കല ശുശ്രൂഷയിൽ നമ്മൾ നമുക്കായി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ മറ്റുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. അനേകർ നമ്മോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു. മകൻ ഷാർജയിൽ എന്നാൽ കോവിഡ് മൂലം ജോലി നഷ്ടപ്പെട്ട് വളരെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു കോട്ടയം നിന്ന് ഒരു മാതാവ് പ്രിയങ്കലയിൽ ഈ മകന് നല്ലൊരു ജോലി ലഭിക്കേണ്ടതിനായി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ഏത് കമ്പനിയിൽ നിന്നാണോ ജോലി നഷ്ടപ്പെട്ട അതേ കമ്പനിയിലേക്ക് ആ മകനെ തിരിച്ചെടുത്തു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. കർത്താവ് യേശു അതിശയങ്ങളുടെ അത്ഭുതങ്ങളുടെ ദൈവമാണ്. 42 വർഷം മുന്നേ അച്ഛൻ ഞങ്ങളെ വിട്ട് ഉപേക്ഷിച്ചിട്ട് പോയി. ഒരു ഫോൺ കോൾ പോലും ചെയ്തിരുന്നില്ല. ആ സമയത്താണ് പ്രിയങ്കലയെ കുറിച്ച് അറിയുകയും ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്ത്. അതിനുശേഷം അച്ഛൻ വിളിച്ചു, ഞങ്ങളെ കാണുവാൻ വരുന്നു എന്ന് ഉറപ്പ് പറഞ്ഞു. പ്രാർത്ഥിച്ച് ഏവർക്കുമുള്ള നന്ദി അറിയിക്കും. തീർച്ചയായിട്ടും വർഷങ്ങളായി മറുപടിയില്ലാത്ത പല വിഷയങ്ങളിലും പ്രിയങ്കല ശുശ്രൂഷയിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുന്നു. മകന്റെ വിവാഹം നടക്കുവാൻ പല തടസ്സങ്ങൾ നേരിട്ട സമയം പത്തനംതിട്ടയിൽ നിന്നും ഒരു സഹോദരനായി ഇത് അറിയിച്ചത്, ഒരു പിതാവ് നമ്മളെ അറിയിച്ചത്. ആ സമയത്തായിരുന്നു പ്രിയങ്കലയിൽ ആ മകന് വിവാഹം നടക്കേണ്ടതിനായി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. എല്ലാ തടസ്സങ്ങളും മാറി അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടന്നു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. മറ്റൊരു സാക്ഷ്യം, ഭർത്താവിന്റെ കടുത്ത മദ്യപാന നിമിത്തം വിവാഹ ബന്ധം പോലും വേർപെടുത്താൻ തീരുമാനിച്ചു. ആ സമയത്താണ് വിശ്വാസത്തോടെ ചേർന്ന് പ്രാർത്ഥിച്ചത്. അതിന്റെ ഫലമായിട്ട് ഭർത്താവ് പൂർണ്ണമായിട്ടും മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്നു. അനുഗ്രഹത്തോടെ കുടുംബജീവിതം മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സഹോദരിമാർ, സ്ത്രീകൾ, സമൂഹത്തിന് വേണ്ടി അവർ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും നമുക്ക് പുരുഷ സമൂഹത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതുപോലെ വർഷങ്ങളായിട്ട് പല
അടിമത്തങ്ങളിലൂടെ കടന്നു പോകുന്ന, മദ്യപിക്കുന്ന അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന, ഇൻ്റർനെറ്റുകൾക്കും മൊബൈൽ ഫോണുകൾക്കും ഒക്കെ അടിമയായി അത് നിമിത്തം മാനസികമായ വലിയ പ്രയാസത്തോടെ കടന്നു പോകുന്ന അനേക സഹോദരന്മാരുടെ യൗവനക്കാട് പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ലഭിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അടിമത്തങ്ങളിൽ നിന്ന് അവർ പുറത്തു വരുവാൻ കർത്താവ് അവരെ സഹായിക്കണം. അതുപോലെ വർഷങ്ങളായി ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പിതാവുണ്ട്, മകനുണ്ട്, അത് നിമിത്തം വിഷമിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഭവനങ്ങളെ ഒക്കെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി പുരുഷ സമൂഹത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമുഖം അന്വേഷിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി വസിക്കുന്ന ദൈവത്തിൻ്റെ ആലയങ്ങളായി ഓരോ പുരുഷന്മാരും മാറേണ്ടതിനായി അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ആ ആൺകുഞ്ഞു മുതൽ പ്രായമുള്ള പിതാവിനെ വരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി അവരിൽ വെളിപ്പെടേണ്ടതിനായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവായ യേശു, ആകാശത്തിന് കീഴിലുള്ള ഓരോ പുരുഷനെയും തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവെ മുഴു ലോകത്തെക്കാളും വിലപ്പെട്ടതാണല്ലോ ഓരോ വ്യക്തിയും. കർത്താവ് അവർക്ക് വേണ്ടിയാണല്ലോ ക്രൂശിൽ അവന്ന് അന്ത്യ രക്തം വരെയും കർത്താവ് ചൊരിഞ്ഞത്. കർത്താവ് വേദനയെല്ലാം സഹിച്ചത്, അടിപ്പിണരുകൾ ഏറ്റത്. കർത്താവ് ആ ബലമുള്ള കരത്തിലേക്ക് ഞങ്ങൾ ഓരോ പുരുഷനെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓരോരുത്തരും ഇന്ന് രാത്രി കർത്താവ് സ്വതന്ത്രരായി തീരട്ടെ. കർത്താവ് ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. കർത്താവ് ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാവുന്നല്ലോ. കർത്താവ് പുതുക്കത്തോടെ ജീവിത സാഹചര്യങ്ങളെ കർത്താവ് ധൈര്യത്തോടെ ജയത്തോടെ അഭിമുഖീകരിച്ച് കർത്താവ് ജയാളിയായി ഓരോ പുരുഷനും തീരേണ്ടതിന് അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് അമ്മയുടെ ഉദരത്തിൽ വളരുന്ന ആ കുഞ്ഞു പൈതൽ തൊട്ട് കർത്താവ് ഏറ്റവും പ്രായമുള്ള പുരുഷനെ വരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ അങ്ങ് പകരുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവെ ഞങ്ങളുടെ പുത്രന്മാർ പ്രവചിക്കട്ടെ. കർത്താവെ ഞങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണട്ടെ. കർത്താവെ ഞങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണട്ടെ. കർത്താവെ ഓരോ പുരുഷനും കർത്താവെ അവർക്ക് തന്നെ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരട്ടെ. കർത്താവെ അവർ മുഖാന്തരം ദേശങ്ങൾ രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ അവരുടെ കരങ്ങളുടെ പ്രവൃത്തിയെ അങ്ങ് സാധ്യമാക്കി കൊടുത്താട്ട്. കർത്താവെ ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഒന്ന് ആഗ്രഹിക്കുന്നു. കർത്താവെ ആത്മഹത്യ ഇല്ലാത്ത, കർത്താവെ വഞ്ചനകളില്ലാത്ത, ചതിവുകളില്ലാത്ത ഒരു രാജ്യമായിട്ട് ഞങ്ങൾ രാജ്യം മാറട്ടെ. കർത്താവെ അതിനുവേണ്ടി ഓരോ പുരുഷനെയും അവിടുന്ന് ഉപയോഗിച്ചാട്ട്. കർത്താവെ അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവമേ നീയെന്നും മതിയായ യേശുവേ എൻ ദൈവമേ നീയെന്നും മതിയായവൻ. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയമാണെങ്കിലും സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകി തരും. പ്രിയങ്കല കുടുംബങ്ങൾ നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതമായിട്ട് മറുപടി നൽകി തരുന്നു. ഇത് പത്തനംതിട്ടയിൽ നിന്നും ഒരു മാതാവ് പരിചയ, അവരുടെ ഹസ്ബൻഡ് ദുബൈയിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ ജോലിയിൽ ഒത്തിരി വെല്ലുവിളികളോടെ കടന്നു പോകുന്നത്. പക്ഷേ ഈ സമയത്താണ് പ്രിയങ്കലയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അറിയിച്ചത്. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. ആ ജോലി നേരിട്ട് വെല്ലുവിളികളിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ചു. മാത്രമല്ല ആ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന് പ്രൊമോഷനും ലഭിക്കാൻ ദൈവം സഹായിച്ചു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. വീണ്ടും നമ്മെ തൃശ്ശൂരിൽ നിന്നും അറിയിച്ചത് ഒരു സഹോദരി അറിയിച്ചിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപായി പ്രിയങ്കലെ വിളിച്ച് പ്രാർത്ഥന ആവശ്യപ്പെട്ട് ചേർന്ന് പ്രാർത്ഥിച്ചു. ആ ഇൻ്റർവ്യൂ പാസ്സായി. മാത്രമല്ല അന്ന് തന്നെ നമ്മൾക്ക് ജോലി ലഭിക്കാനും ഇടയായി. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ഷീല നമ്മെ അറിയിച്ചിരിക്കുന്നു, മകന് ജോലിയില്ലാതെ വിഷമിക്കുകയായിരുന്നു വളരെ നാളുകളായിട്ട്. ഈ വിഷയം പ്രിയങ്കലയിൽ പ്രാർത്ഥിക്കേണ്ടി അറിയിച്ചു. ജോലി ലഭിച്ചു. പക്ഷേ ജോലി ലഭിച്ചെങ്കിലും സാലറി കുറവായിരുന്നു. ഈ വിഷയം പ്രിയങ്കലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. സാലറിയിൽ ഒരു വർധന വേഗത്തിൽ തന്നെ ലഭിക്കാൻ ഇടയായി എന്നറിയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് ജോലിയില്ലാതെ നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ എക്സാം കഴിഞ്ഞ് പല ജോലിക്ക് വേണ്ടിയുള്ള എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നല്ല വിജയം ലഭിക്കണം, നല്ല ജോലി വേഗത്തിൽ അവർക്ക് ലഭിക്കേണ്ടതിനുമായി രാത്രി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ Lord Jesus, I just give you praise and thanks, Lord God, for this evening, O Lord God. Lord Jesus, as we pray, Lord God, for each and every brothers and sisters who's looking out for a job, Lord, I pray, Lord Jesus, you shall open the ways and means for these people, O Lord Jesus. I pray, Lord Jesus, every job recruitments where they have placed the resumes, Lord, I pray, Lord, doors will be open for them right now, O Lord God. I pray, Lord Jesus, I pray for financial blessing over each and every one of them, Lord. They shall get all the salaries on time, Lord, which has been on held right now, O Lord God. Lord Jesus, I thank you for all the goodness and mercies, Lord, for upon what you can do for these people. All ask your holy name. I pray, amen. Amen.
സിസ്റ്റർ വീണ്ടും ഒരുമിച്ച് ഒരിക്കൽ കൂടി നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പത്തനംതിട്ടയിൽ നിന്ന് ഒരു മാതാവ് അറിയിച്ചത് മകൾ 5 മാസം സ്കാനിങ് ആയിരിക്കുന്ന സമയത്ത് നടന്ന സ്കാനിങ്ങിൽ കുട്ടിയുടെ വിരലുകൾ കാണാനില്ല. വളരെ പ്രയാസത്തോടെ ഈ കുടുംബം കടന്നു പോകുന്ന സമയത്തായിരുന്നു പ്രിയങ്കയിലെ പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞത്. നമുക്കറിയാം, ഒരു കുടുംബമാകട്ടെ ഒരു വ്യക്തിയാകട്ടെ നമ്മളെ വിളിക്കുമ്പോൾ അവരുടെ പേര്, അവരുടെ സ്ഥലം, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതിയതിന് ശേഷം നമ്മൾ ഈ ഓൾട്ടറിലേക്ക് കൊണ്ടുവരുന്നു. അനേക കുടുംബങ്ങൾ നമ്മോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതത്തെ പ്രവർത്തിക്കുന്നു. ഈ കുടുംബം ചെയ്തത് വേഗത്തിൽ ആ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിച്ചു. അടുത്ത സ്കാനിങ്ങിൽ ആ റിപ്പോർട്ടുകളെല്ലാം നോർമലായി എന്ന് നമ്മളെ അറിയിച്ചു. വർഷങ്ങളായിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്ന സമയത്തായിരുന്നു കോട്ടയത്ത് നിന്നും ഒരു കുടുംബം പ്രിയങ്കയിൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായി ഇരട്ട കുട്ടികളെ നൽകി കർത്താവ് അവരെ അനുഗ്രഹിച്ചു എന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രികാലം പ്രത്യേകിച്ച് നമുക്ക് മക്കളില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ക്യാരിങ് സ്റ്റേജിലായിരിക്കുന്ന സഹോദരിമാരെ ഹോസ്പിറ്റലുകളിൽ, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അവിടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ. ലഭിച്ച മെഡിക്കൽ റിപ്പോർട്ടിൽ പലതിലും കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ നിമിത്തം മാനസികമായ വലിയ പ്രയാസത്തോടെ കടന്നു പോകുന്നവരുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നവജാത ശിശുക്കളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും നന്മയും അനുഭവിക്കേണ്ടതിനായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് നിന്റെ കരങ്ങളിലേക്ക് ഈ വിഷയങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്യന്ത ശക്തി നിഴലിടുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രികാലം കർത്താവേ, ഗർഭിണികളായ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാനമാണല്ലോ തലമുറകൾ. ആകയാൽ കർത്താവെ, നീ കൊടുത്തിരിക്കുന്ന ദാനത്തെ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണത വരുത്തി അത് പുറത്തു വരുന്ന ദിവസം വരെ സംരക്ഷിതമായി ഇരിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു പുതിയ തലമുറ, ദൈവത്താൽ പരിപാലിക്കപ്പെടുന്ന ഒരു തലമുറ ഭൂമിയിൽ വെളിപ്പെടേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, കേടുകളെ പോക്കി ശുദ്ധത വരുത്തേണ്ടതിന് യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്ന ഒരു നദി പോലെ വരുമെന്നുള്ള തിരുവചനത്തിന്റെ ശക്തിയാൽ കർത്താവെ, അശുദ്ധികളെ തള്ളിപ്പായിച്ച് ദൈവിക സംരക്ഷണയുള്ള ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് ബലമേകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അത്യന്ത ശക്തി ഇന്ന് രാത്രികാലം അവരുടെ മേൽ നിഴലിടുമാറാകട്ടെ. കർത്താവെ, കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പലവിധമായ ക്ലേശങ്ങളിലൂടെ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഓട്ടിസം നിമിത്തം ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങള്, കർത്താവെ, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങള്, യേശുവിന്റെ നാമത്തില് ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ബലഹീനതകളെ മായ്ച്ച് പൂർണ്ണത വരുത്തുന്ന ദൈവത്തിന്റെ അത്യന്ത ശക്തി കുഞ്ഞുങ്ങളിൽ ഇന്ന് രാത്രിയിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണ ആരോഗ്യത്തോടെ അവർ ഉറങ്ങട്ടെ. അവർ ഉണർന്ന ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കാൻ ഇടയാകേണ്ടതിന് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. രാജാവിനു സ്തോത്രം, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി, സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ, യേശു രാജാവേ, യേശു രാജാവിനു സ്തുതി, രാജാവിനു സ്തോത്രം, ഉന്നതങ്ങളിൽ സ്തുതി, സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ, ഉന്നതനാം യേശുവേ. ഈ രാത്രിയിൽ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ നമ്മോടുകൂടെ ലോകത്തിൻ്റെ നാനാരാജ്യങ്ങളിൽ നിന്ന് അനേകർ പങ്കെടുക്കുന്നുണ്ട്. ഹാർവസ്റ്റ് കേരളം എന്ന ചാനലിലൂടെയും യൂട്യൂബിലൂടെയും പ്രേയിങ് കേരളയിൽ ചേർന്ന് പങ്കെടുക്കുന്നു. വിശിഷ്യ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന ഒരു വലിയ വിഷയം കർഷകരുടെ നിലവിളികൾ, കർഷകർ നേരിടുന്ന ഒരുപാട് കടങ്ങൾ എന്ന് പറയുന്നത് ശ്വാസമെടുക്കാൻ പറ്റാത്ത നിലയിൽ വിഷമിക്കുന്ന കർഷകരുടെ ഭാരങ്ങൾ നമുക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ രാത്രി കർഷകരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരു മാന്യ അദ്ദേഹം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ജിജി സാറ് ടെലഫോണിൽ ഈ സന്ദർഭത്തിൽ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ആ ടെലഫോൺ ഒന്ന് കണക്ട് ചെയ്യാം. ഹലോ ജിജി സാറേ. ഹലോ സാമ്പ്രദായ, കേൾക്കുന്നുണ്ട് സാറ്. ഇന്ന് രാത്രി നമുക്ക് പ്രേയിങ് കേരള കുടുംബത്തിൽ പ്രാർത്ഥനാ സഹായം തേടുന്ന ഒരുപാട് കർഷകരുണ്ട്. അവർ നേരിടുന്ന
ഒത്തിരി വിഷമങ്ങൾ പ്രേംകറിൽ ചേർന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നു. യേശു അനേകരെ വിടുവിച്ച് അവരുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുന്നതും നമ്മൾ നേരിട്ട് കാണാനിടയായിട്ടുണ്ട്. അല്ലേ തങ്കച്ച? നമ്മുടെ കുടുംബയോഗങ്ങൾ വരുമ്പോഴത്തേക്കിനും അവിടെ അനേകം സാക്ഷ്യം പറയാനുണ്ട്. അവരുടെ കാർഷിക മേഖല വളരെ പ്രയാസത്തിൽ കൂടി കടന്നു പോയപ്പോഴത്തേക്കിന് അവർ പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കൊണ്ട് തളിച്ചു. അവിടെ നിന്നൊക്കെ വിടുതൽ ലഭിച്ച അനേക സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കാനിടയായിട്ടുണ്ട്. തങ്കച്ചാൻ ഓർക്കും, എനിക്കൊന്ന് 2014 തോന്നുന്നു, നമുക്ക് എറണാകുളത്ത് ഒരു മാന്യ അദ്ദേഹം ഒരു വലിയ വാഴക്കൊലയും ഒക്കെ ആയിട്ട് വന്നത്. അത് ഇത്രയേ ഉള്ളൂ, പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് വെള്ളം അവിടെ കൊണ്ട് തളിച്ചു. ദൈവം അദ്ദേഹത്തിൻ്റെ കൃഷിയെ അനുഗ്രഹിച്ചു. ഒരുപാട് കർഷകർ നമ്മുടെ കൂടെ ചേർന്ന് ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. അവരുടെ കൃഷിയിടങ്ങളിൽ വലിയ വിളവുകൾ ഉണ്ടാകണം. പലർക്കും കടങ്ങളുണ്ട് തങ്കച്ചായ, നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ട്. കർഷകൻ ആത്മഹത്യ ചെയ്തു. ഇന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, ദൈവമേ ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ ഇനിയും അങ്ങനൊരു ദുരന്തം ഉണ്ടാകരുത്, ഒരു കർഷകനും അവർ ആത്മഹത്യയിൽ അവസാനിക്കരുത്. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കാർഷിക വിളകൾ അനുഗ്രഹിക്കട്ടെ. ഇന്ത്യ ഭക്ഷ്യ സമൃദ്ധിയുള്ള ഒരു രാജ്യമായി മാറേണ്ടത്. സുവിശേഷത്തിൻ്റെ പ്രധാന അനുഭവങ്ങളിലൊന്ന് ദാരിദ്ര്യം. ഏതു രാജ്യത്താണെങ്കിലും ഏത് വ്യക്തിയിൽ നിന്നാണെങ്കിലും കർത്താവിൻ്റെ പ്രവൃത്തി അവിടെ വരുന്നതിനാൽ ദാരിദ്ര്യം എടുത്തു മാറ്റും. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ഉന്നതനും ഉയർത്തെഴുന്നേറ്റവരുമായ കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുന്നു. നോക്കിക്കേ, അവിടുന്ന് ദാരിദ്ര്യത്തിൻ്റെ കോലിനെ ഒടിച്ചു കളയും. ഇന്ന് രാത്രി പട്ടിണി മരണങ്ങൾ ഇല്ലാത്ത, പട്ടിണിയില്ലാത്ത ഒരു രാജ്യമായി എൻ്റെ രാജ്യത്തെ മാറ്റണമേ എന്ന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ചെയ്യത്തില്ല? തീർച്ചയായിട്ടും കർത്താവ് പറയുന്നത് എൻ്റെ അടുക്ക വരുന്നവൻ ഏത് വിഷയമായിട്ട് ഞാൻ ഒരിക്കലും തള്ളിക്കളയത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ 2 പേർ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏത് വിഷയത്തിന്, ഇപ്പോൾ താങ്കൾ അവിടെ പ്രാർത്ഥിക്കാനുണ്ട്, ജിജി സാർ ടെലഫോണിൽ കൂടെ പ്രാർത്ഥിക്കുന്നു, തങ്കച്ചാൻ ഇവിടെ പ്രാർത്ഥിക്കുന്നു, ഞാനിവിടെ പ്രാർത്ഥിക്കാനുണ്ട്. 2 പേരിലധികം എത്രയോ ആൾക്കാരായി തങ്കച്ചായ ലോകത്തിൽ ഏതു രാജ്യത്ത് പാർത്താലും മാധ്യമത്തിൻ്റെ സഹായത്തിലൂടെ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാനുള്ളൊരു സൗകര്യം കൂടെ. പ്രാർത്ഥിക്കുക വൺ സൈഡ് മാത്രമല്ല, യേശുവിൻ്റെ വിടുതലും നന്മയും നമുക്ക് അനുഭവിപ്പാനും കഴിയുന്നു. അടുത്ത വീട്ടിലെ സഹോദരിക്ക്, ചേച്ചിക്ക് വാക്സിൻ എടുത്ത്, ഇപ്പോൾ ഈ കോവിഡിൻ്റെ ഈ വാക്സിനാണ് എടുത്തത്, അത് പക്ഷേ ഡോസ് കൂടിപ്പോയി. കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാതെ എല്ലാ വിവരവും ഇവിടെ ഉണ്ട് താനും. കോമ സ്റ്റേജിലേക്ക് ആ വ്യക്തി മാറി. സന്ദർഭത്തിൽ എന്താ സംഭവിച്ചത്? പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്നൊരു യേശു ഉണ്ട് എന്ന് അവരോട് ആരോ ആശുപത്രിയിൽ വെച്ചാണ് പറഞ്ഞത്. അവർ പ്രേയിങ് കേരളയിലേക്ക് വിളിച്ച് പ്രാർത്ഥന സഹായം തേടി യേശുവിൻ്റെ അത്ഭുത സൗഖ്യം അവർക്ക് അനുഭവിപ്പാൻ കഴിഞ്ഞു. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അത് നമ്മളെ അറിയിച്ചിരുന്നു 26/1/2021 അത് അറിയിച്ചിരുന്നു. 100 വർഷം പിറകിലല്ല, ഇപ്പോഴും യേശു പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ രാത്രി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാർഷിക മേഖല ഏലം കൃഷി ചെയ്യുന്നവരുണ്ട്, കുരുമുളക് കൃഷി ചെയ്യുന്നവരുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പം ജിജി സാർ തന്നെ, അവർ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു കുരുമുളക് ചെടിയുണ്ട്, സിയോൻ മുണ്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന. സാധാരണ ഉള്ള കുരുമുളകുകളെക്കാൾ കൂടുതൽ വിളവ് ലഭിക്കുന്ന ഒത്തിരി അനുഗ്രഹങ്ങൾ, ഫീച്ചേഴ്സ് അതിനുണ്ട്. അത് മാത്രമല്ല, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ പക്കൽ നിന്ന് അതിന് അവാർഡ് കൂടി നേടിയിട്ടുള്ള ഒരു കുരുമുളക് ഇനം കൂടെ. ഇന്ന് രാത്രി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ചെറുതും വലുതുമായ കാർഷിക മേഖലകളിൽ മാത്രമല്ല, പക്ഷികളെ വളർത്തുന്നുണ്ട്, കോഴി വളർത്തലുണ്ട്. അതുപോലെ സമ്പ്രദായം ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് വിളിച്ചു പറയുന്ന ഒരു വിഷയമുണ്ട്. ഇഞ്ചി കൃഷി വളരെ നഷ്ടത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ വാഴ കൃഷി നഷ്ടത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകം അനേകർ വിളിച്ചു പറയുന്നുണ്ട്. തെങ്ങിൻ്റെ മണ്ട പോകുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ പ്രാർത്ഥനയ്ക്ക് അയച്ച തെങ്ങിൻ്റെ പകുതിക്ക് മേളിൽ വെച്ച് ഇത് മുറിച്ചു കളഞ്ഞതുപോലെ എന്തോ തിന്ന് നശിപ്പിക്കുന്നു. ആ മരം പോകുന്നത് മാത്രമല്ല, തേങ്ങ കൂടെ ഇല്ലാതാകുന്നു. ഇങ്ങനെ പോയാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആ ടെലഫോൺ ഇവിടെ വന്നപ്പോൾ അറ്റൻഡ് ചെയ്തു. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ താറാവിനെ വളർത്തുന്നു. നമുക്കറിയാം, പക്ഷിപ്പനി നിമിത്തം 6-7 സംസ്ഥാനങ്ങൾ വളരെ റെഡ് അലർട്ടിലൂടെ അതിന് പൊക്കോണ്ടിരിക്കുക. ഗവൺമെൻറ് അതിൽ എല്ലാ മുൻകരുതലുകളും എടുക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. ആർക്കും ഒരു ദോഷവും വരാതെ ദൈവം നമ്മെ പരിപാലിക്കേണ്ടതിന് ചേർന്ന് പ്രാർത്ഥിക്കാം. കർഷകരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. കാർഷിക വിളകൾ അല്ലെങ്കിൽ കൃഷിക്ക് വേണ്ടി പോകുന്നവരെ മൃഗങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ദുസ്ഥിതിയെ നമ്മൾ ഈ അടുത്ത കാലത്ത് പ്രധാനമായിട്ടും വരുന്നുണ്ട്. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലാകുമ്പോൾ നമുക്കതൊരു വാർത്തയാണ്. സ്വന്തം വീട്ടിൽ അത് വന്നു കഴിയുമ്പോഴാണ് ആ ദുരന്തത്തിൻ്റെ ഗൗരവം നമുക്ക് പിടികിട്ടത്തുള്ളൂ. ഇന്നു രാത്രി നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ വിടുവിക്കപ്പെടേണ്ടതിന് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാം. വരുമാന മാർഗങ്ങൾക്കായി മൃഗങ്ങളെ വളർത്തുന്നവർ, പക്ഷികളെ വളർത്തുന്നവർ, സസ്യങ്ങളെ വളർത്തുന്നവർ അവരനുഗ്രഹിക്കപ്പെടേണ്ടതിന് നമ്മളോട് ചേർന്ന് ജിജി സാർ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കും. നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
അതെ സംസാരം ഒരു വാക്ക് ഞാൻ പറഞ്ഞോട്ടെ. ഞാനിപ്പം കുറെ കപ്പ നടന്നുണ്ടായിരുന്നു. കപ്പ ഇന്ന് നോക്കിയപ്പോഴത്തേന് കപ്പയ്ക്കകത്ത് നിറച്ച് മുള്ളംപന്നി കുത്തിയിട്ടേക്കുക. അപ്പൊ ഞാനിപ്പോ ഈ രാത്രിയിൽ ആ കപ്പയ്ക്കകത്ത് നിന്നാ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഇതേ സമാന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരുണ്ടല്ലോ, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. താങ്ക് യു സർ. പ്രാർത്ഥിക്കണമേ. ഈ സമയത്ത് കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നിന്റെ കരത്തിൽ കർത്താവെ കാർഷിക മേഖല ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കർത്താവെ ദൈവമേ നീ ഞങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. കർത്താവെ ഇന്ന് ഈ രാത്രിയിലും കർത്താവെ ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന അതാത് കാർഷിക മേഖലകളിൽ ദൈവത്തിന്റെ സംരക്ഷണത്തെ ഞങ്ങൾ ചോദിക്കുക. കർത്താവ് ഞങ്ങൾക്ക് ദൈവ പരിമിതികളുണ്ട്, എന്നാൽ കർത്താവ് പരിമിതികളില്ലാത്ത ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരുന്ന ദൈവത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കെടുതികളും മാറട്ടെ, ദാരിദ്ര്യം മാറട്ടെ, വിളനശീകരണങ്ങൾ മാറട്ടെ, തൊഴിലില്ലായ്മ മാറട്ടെ. കർത്താവ് നിന്റെ നാമത്തിലുള്ളതായിരിക്കുന്ന സൗഖ്യത്തെ ഞങ്ങളുടെ കൃഷിയിടങ്ങൾ ഞങ്ങൾ കൽപ്പിച്ചാക്കിയ കർത്താവ് ഞങ്ങളുടെ ദേശത്തിലുള്ള എല്ലാ കർഷകരുടെ മേലും നിന്റെ അനുഗ്രഹത്തെ ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവ് നിന്റെ സമാധാനത്തെ ഞങ്ങൾ കൊണ്ടുവരുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ തന്നെ ഫാക്ടറികളിൽ സ്വയം സംരംഭ സംവിധാനങ്ങൾ വരുമാന മാർഗങ്ങൾക്ക് വേണ്ടി ഉളവാക്കുന്നവരുണ്ട്. അവർ ഇന്നലെയും ഒരു വ്യക്തിയോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, അദ്ദേഹം ഒരു ചുക്ക് കാപ്പി അത് ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുവാനായിട്ട് ക്രമീകരണങ്ങളെല്ലാം ചെയ്തു, മെഷീനറികളെല്ലാം റെഡിയാക്കി, അതിൻ്റെ പാക്കിംഗ് കേസുകളെല്ലാം ഡിസൈൻ ചെയ്ത് വന്നു. എല്ലാം റെഡിയായപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. അപ്പോഴേക്കും മുഴുവൻ ഇരുണ്ടുപോയ ഒരു സാഹചര്യം. ഇങ്ങനെ ജീവിതം മുഴുവൻ ആ വരുമാന മാർഗത്തിൽ കരം വെച്ചിട്ടും ആ ഫാക്ടറികൾ, ആ ഓഫീസുകൾ, ആ ബിസിനസ്സുകളിൽ കൈതൊട്ടിട്ട് അത് ഇരുണ്ടുപോയ അധ്യായത്തിലൂടെ പോകുന്നവരുണ്ട്. ഓരോ ദിവസവും മീതെ കടം കയറി സ്വസ്ഥമായിട്ട് ഉറങ്ങിയിട്ട് നാളുകൾ കഴിഞ്ഞ പ്രിയപ്പെട്ടവർ ഇന്ന് രാത്രിയുണ്ട്. തങ്ങച്ച നമുക്കൊന്നിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തിരുവെടുത്ത് നമുക്ക് തരുന്ന ഉറപ്പ് നമ്മൾ ഒന്നിച്ച് വായിക്കാൻ പോകുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുവാൻ ശേഷിയുള്ള, പുലർത്തുവാൻ കഴിവുള്ള ആ അത്യുന്നതൻ്റെ കരങ്ങളിലേക്ക് ആ ഫാക്ടറികൾ, അടഞ്ഞുപോയ ഫാക്ടറികളുണ്ട്. ചിലതൊക്കെ തൊഴിൽ പ്രശ്നങ്ങൾ കൊണ്ട് അടഞ്ഞുപോയി. ഇന്ന് രാവിലെ അതൊന്നും ഞാനൊരു പ്രാർത്ഥനാ വിഷയോടെ വായിച്ചപ്പോൾ ആ മകൾ ശമ്പളം ഒന്നാമത് കുറവായിരുന്നു, പക്ഷേ ലോക്ക്ഡൗൺ ആയപ്പോൾ വീണ്ടും അത് വെട്ടിക്കുറച്ചു. വീട്ടിലെ ചിലവും കാര്യങ്ങളും, ഹസ്ബൻഡിന് ജോലിയില്ല, അപ്പോൾ അല്പം കൂടെ ശമ്പളം ഒന്ന് തരാമോ എന്ന് ആ വലിയൊരു കമ്പനി അവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ വ്യക്തിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ആ വ്യക്തി ചെയ്തത് പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചു. ചാകുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും അവിടെ ഒരു മാറ്റം വരാതിരുന്നു. പ്രേംകളെ ചേർന്ന് പ്രാർത്ഥിച്ചു. ആ ഭീഷണിക്ക് അതീതമായിട്ട് അവർ അങ്ങോട്ട് ചോദിച്ചതിനേക്കാൾ, ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ പണം അവർക്ക് കൊടുത്തു എന്ന ഒരു സാക്ഷ്യം ഞാൻ കേൾക്കാനിടയായി. നമുക്ക് ഇന്ന് രാത്രി ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ ഫാക്ടറികളും, അടഞ്ഞു കിടക്കുന്ന തോട്ടങ്ങളുണ്ട്, അത് തുറന്നു വരണം. അടഞ്ഞു കിടക്കുന്ന ഫാക്ടറികളുണ്ട്, അത് തുറക്കണം. പുതിയ ഫാക്ടറികൾ വരട്ടെ, പുതിയ ബിസിനസ്സുകൾ വരട്ടെ. സാമ്പത്തികമായിട്ടൊരു വലിയ നവോന്മേഷം എല്ലായിടത്തും ഉണ്ടാകട്ടെ. ജോലിയില്ലായ്മ മാറേണ്ടതിന് നമ്മൾ പ്രാർത്ഥിക്കണം. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടു. ഈ രാത്രി പ്രാർത്ഥിക്കുമോ? ഞങ്ങളോടൊപ്പം തത്സമയം നടക്കുന്ന ഈ പ്രാർത്ഥനയിലെ കരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്തി ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കും. ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ തൊഴിൽ മേഖലയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനേക കർത്താവേ ഫാക്ടറികൾ കർത്താവേ അടച്ചുപൂട്ടി കിടപ്പുണ്ട് കർത്താവേ. അതിന്റെ താക്കോലുകൾ കൊണ്ട് കർത്താവേ അത് അവർ തന്നെ തുറന്നു കർത്താവേ. കർത്താവേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പുതുവഴി തുറക്കണം കർത്താവേ. തൊഴിൽ മേഖലയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ കാർഷിക മേഖലയിൽ കർത്താവേ അനേകർ തൊഴിലില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അതുപോലെ കർത്താവേ കച്ചവട സ്ഥാപനങ്ങളിൽ കർത്താവേ കച്ചവടം കുറഞ്ഞു കർത്താവേ സാമ്പത്തിക നഷ്ടത്തിലായിരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവേ അവിടുന്ന് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ. അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സകല മേഖലയെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന വൻകൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Call upon his name one more time. Friend for
ഒന്ന് ചേർന്ന് പാടുമോ? Psalm number 55 verse number 22 says, Cast your burdens on the Lord, and He shall sustain you. He shall never permit the righteous to be moved. All of us pass through the situations where all of us are being shaken. നമ്മളെല്ലാവരും ഇളകിപ്പോകുന്ന സാഹചര്യത്തിൽ കൂടെ പലപ്പോഴും കടന്നു പോകും. Frightening situations from all sorts of life, all part of the world. ഇളകിപ്പോകുന്നതും ഭയപ്പെടുത്തുന്നതായ പല സംഭവങ്ങളും ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. Some of us might be thinking about our own personal needs and existence. ചിലര് ചിന്തിക്കുന്നത് എൻ്റെ ആവശ്യങ്ങൾ എങ്ങനെ നടക്കും, ഞാൻ എങ്ങനെ നിലനിൽക്കും. Some of us think about others. എന്നാൽ മറ്റു ചിലര് മറ്റുള്ളവരെ കുറിച്ചാണ് കൂടുതൽ ചിന്തിച്ച് ഭാരപ്പെടുന്നത്. But Bible says, instead of carrying the burden on our hearts, Bible says, Jesus says, cast your burdens unto the Lord. എന്ത് ഭാരമാണെങ്കിലും നമ്മുടെ തലമേൽ അത് ചുമക്കാതെ യേശുവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഭാരങ്ങളെ നമ്മൾ ചുമത്തിയാൽ യേശു കർത്താവ് നമ്മളെ പോറ്റി പുലർത്തും. The word cast used there simply means throw away what you are carrying to a safe place. ഭരമേൽപ്പിക്കുക, ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് കാസ്റ്റ് എന്നാണ്, CAST. കാസ്റ്റ് യുവർ ബർഡൻസ് ഓൺ ടു ദ ലോർഡ്. നിന്റെ ഭാരം യഹോവയുടെ മേൽ ഇട്ടുകൊള്ളുക. ഇട്ടുകൊള്ളുക എന്ന വാക്കിന്റെ അർത്ഥം ആ മൂലഭാഷയിൽ നിന്ന് വരുമ്പോൾ one of the connotation says throw away what you are carrying onto another place. നമ്മൾ വഹിച്ചുകൊണ്ടിരിക്കുന്നതിനെ വലിച്ചെറിയുക എന്നുള്ള ഉദ്ദേശത്തിൽ, അത് പെയ്യെ തള്ളി അപ്പുറത്തേക്ക് മാറ്റി വെക്കുക എന്നുള്ള ഉദ്ദേശത്തിലല്ല. ഭാരത്തെ പെട്ടെന്ന് വലിച്ചെറിയുക. അവിടെ ആ ടൈമിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. ആ വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പെട്ടെന്ന് വലിച്ച് അങ്ങ് എറിയുക. എങ്ങോട്ട്? യേശുവിലേക്ക്, ഒരു ഉറപ്പുള്ള സ്ഥലത്തേക്ക്. ആ ഉറപ്പുള്ള സ്ഥലമായി നമുക്ക് ഈ രാത്രി യേശു ഉള്ളത് കൊണ്ടാണ് തിരുവെടുത്ത് നമുക്ക് അങ്ങനെ പറയുന്നത്, നിന്റെ ഭാരം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ നമുക്ക് അനുഭവിപ്പാൻ പറ്റുന്നത്, എന്നെയും എൻ്റെ ഭാരത്തെയും വഹിക്കാൻ യേശുവുണ്ട്. ഐ ഡോണ്ട് ഹാവ് ടു ക്യാരി ബർഡൻസ് അബൌട്ട് മൈസെൽഫ് ആൻഡ് ദ ബർഡൻസ് ദാറ്റ് ഐ ഹാവ്. എൻ്റെ ഭാരം ഞാൻ വഹിക്കേണ്ട, എന്നെ ചുറ്റിപ്പറ്റുന്ന ഭാരങ്ങളും ഞാൻ വഹിക്കേണ്ട. അഗെയിൻ അടുത്ത ഭാഗം എഴുതിയിരിക്കുന്നത്, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടുന്ന് ഒരു നാളും സമ്മതിക്കത്തില്ല. വചനത്തിന്റെ അവസാനത്തെ ഭാഗത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, he shall never permit the righteous to be moved. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ യേശു ഒരു നാളും അനുവദിക്കുകയില്ല. We have gone through that stage of life that we were shaken from the core of our life. നമ്മളുടെ ജീവിതത്തിന്റെ എന്നാ പറയുന്ന അടിത്തട്ട് മുതൽ നമ്മൾ ഇളകിയ സാഹചര്യങ്ങളിലൂടെ പോയിട്ടുണ്ട്. ബട്ട് ദിസ് ഈസ് 100% ബിലീവബിൾ. ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ പറയുവാൻ കഴിയും, അടിത്തറ ഇളകിപ്പോയ സമയത്തും ഈ വചനം എന്ത്? നീതിമാൻ ഒരു കാലത്തും കുലുങ്ങിപ്പോകുവാൻ യഹോവ അനുവദിക്കുക ഇല്ല എന്ന ആ വചനം ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ സാധിക്കും. He who created you is faithful to sustain you.
നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് നമ്മുടെ അന്ത്യം വരെയും നമ്മളെ പോറ്റി പുലർത്തുവാൻ യേശു സർവശക്തനാണ്. So instead of thinking about I am all alone, left by everyone, no help from anywhere in the world, അതുകൊണ്ട് think that I have a God in Jesus who is my burden bearer. അതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടിരിക്കുന്നു, എന്നെ സഹായിക്കുവാൻ ആരുമില്ല, എന്നെക്കുറിച്ച് വിചാരപ്പെടുവാൻ ആരുമില്ല, എന്നെക്കുറിച്ച് കരുതുവാൻ ആരുമില്ല എന്ന് ചിന്തിക്കുന്നതിൻ്റെ പകരം ഇങ്ങനെ വിശ്വസിക്കുക, എൻ്റെ യേശു കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്. എൻ്റെ ഭാരങ്ങളെ മാത്രമല്ല, എന്നെയും കൂടെ ചുമക്കുന്ന, എന്നെയും കൂടെ പോറ്റി പുലർത്തുന്ന എൻ്റെ യേശു എനിക്ക് വേണ്ടി ഉണ്ട്. ഞാൻ കുലുങ്ങി പോകുവാൻ കർത്താവ് ഒരു നാളും അനുവദിക്കുകയില്ല. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കില്ല. ആ തിരുവെടുത്ത് സ്ക്രീനിൽ വരുന്നുണ്ട്, നമുക്കൊന്ന് ചൂറൊക്കെ വായിക്കാം. Cast your burdens onto the Lord and he shall sustain you. He shall never permit the righteous to be moved. ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, ഞാനും എന്നെയും എൻ്റെ ഭാരത്തെയും അങ്ങയുടെ കരങ്ങളിൽ അർപ്പിക്കുന്നു. Lord, I am giving myself to you and my and the burdens that I have, Lord. Sustain me, O God. കർത്താവേ, I അവിടുന്ന് need എന്നെ you. പോറ്റി പുലർത്തണം. യേശുവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്. I need you, Lord. യേശുവേ, എനിക്ക് അങ്ങേ മാത്രമേ Abide in me, O Lord. എന്നിൽ വസിക്കണം. Bless me, O എന്നെ Lord. അവിടുന്ന് അനുഗ്രഹിക്കണം. And make me a blessing to the multitude, O Lord. ലോകത്തിലുള്ള സകലർക്കും എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റി. Lord, I need you, Lord. യേശുവേ, അങ്ങേ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യം. Thank you, Lord, for reminding me tonight that God knows me and everything pertains to my life. യേശുവേ, ഒരിക്കൽ കൂടെ തിരുവചനത്തിൽ കൂടെ ഞങ്ങളെ ഓർപ്പിച്ചതിനായി നന്ദി പറയുന്നു. യേശുവേ, അവിടുന്ന് ഞങ്ങളുടെ സകലതും അറിയുന്ന ദൈവമാകിയ സ്തോത്രം. Bless everyone, heal us in Jesus' name, Lord. കർത്താവേ, ഓരോ വ്യക്തികളെയും ഈ രാത്രി കർത്താവ് സൗഖ്യമാക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ സാറേ, ഇന്ന് തത്സമയ പ്രാർത്ഥനയുടെയും ആരാധനയുടെ 2530 ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. 2532 ദിവസം എന്ന് പറഞ്ഞ പ്രിയങ്കൾ 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ദിവസം ഈ ഫെബ്രുവരി 1-ാം തീയതിയിലാകുമ്പോൾ നമ്മൾ 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഈ 8 വർഷത്തിൽ ആരംഭ ദിവസമല്ല. പ്രിയങ്കളുടെ ആരംഭ ദിവസം എന്ന് പറയുന്നത് 2013 ഫെബ്രുവരി 1-ാം തീയതി. അന്ന് ആദ്യമായിട്ട് വിളിച്ച് പറഞ്ഞ വ്യക്തിയുടെ മുന്നിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ എതിരിക്കുന്ന 18 ലക്ഷത്തോളം വ്യക്തികളുടെ കുടുംബങ്ങളുടെ വിവരങ്ങൾ ഇതിലുണ്ട്. സാർ, നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം നമ്മളിങ്ങനെ പറഞ്ഞു, യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവനെ നൽകുവാനോ സമൃദ്ധമായ ജീവനെ നൽകുവാൻ. ഇന്ന് രാത്രി നമുക്ക് ഒന്നിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളോട് പ്രാർത്ഥിക്കാം. സകല കുടുംബങ്ങളും സകല വ്യക്തികളും യേശുവിന്റെ ജീവനാന്നറിയപ്പെടേണ്ടതിനായി നാം ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗ്ഗത്തിലെ പിതാവേ, ഈ രാത്രി സമയം അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വന്ന് ഓരോ വിഷയങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ഓൾട്ടറിലുള്ള ഓരോ പ്രാർത്ഥനാ അപേക്ഷകളെയും പ്രത്യേകിച്ച് കർത്താവ് 2013 ഫെബ്രുവരി 1 മുതൽ കർത്താവേ ഈ നിമിഷം വരെ വന്ന ഓരോ പ്രാർത്ഥനാ അപേക്ഷകളെയും കർത്താവേ അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവേ, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന അങ്ങയുടെ വചനമായിരിക്കാൻ കർത്താവെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവെ, ഓരോ വ്യക്തികളുടെയും കണ്ണുനീരിനെ അങ്ങ് തുടയ്ക്കണം. കർത്താവെ, അവർ കടന്നു പോകുന്ന സാഹചര്യത്തെ അങ്ങ് നന്നായി അറിയുന്നല്ലോ. കർത്താവെ, അവരുടെ മേലുള്ള എല്ലാ വ്യാധികളെയും നല്ല വൈദ്യനെയും ഇപ്പോൾ അങ്ങ് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അടിപ്പിണരാനുള്ള സൗഖ്യം ഓരോ പ്രാർത്ഥന അപേക്ഷകൾ മേലും ആ കുടുംബങ്ങളുടെ മേലും ഞങ്ങൾ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന വിഷമസന്ധികളെ അങ്ങ് അറിയുന്നല്ലോ, അവരുടെ പ്രയാസങ്ങളെ അറിയുന്നല്ലോ, സാമ്പത്തികമായി അനേകർ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. കർത്താവെ, ഇപ്പോൾ അങ്ങയുടെ സൗഖ്യവും വിടുതലും ആ വിഷയങ്ങൾ അങ്ങ് കൊണ്ടുവന്നാട്ട് കർത്താവ് വഴിയും വാതിലും അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരുടെ മേൽ കർത്താവെ പുത്തൻ ജോലികളെ ഞങ്ങൾ കൊണ്ടുവരുന്നു. കർത്താവെ, വരുമാനം നിന്നുപോയവരുടെ മേൽ കർത്താവെ പുതിയ വരുമാന മാർഗങ്ങളെ ഞങ്ങൾ തുറന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, അവരുടെ കരങ്ങളെ പ്രവൃത്തിയെല്ലാം സാധ്യമായി തീരട്ടെ. കർത്താവെ, കുടുംബ ജീവിതങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, സകല ബുദ്ധിയും കവിയുന്ന സമാധാനത്താൽ കുടുംബങ്ങൾ നിറയപ്പെടട്ടെ. കർത്താവെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ
വിവരങ്ങൾ ഇതിലുണ്ടല്ലോ കർത്താവെ. കർത്താവെ, അസാധാരണമായി ദൈവിക ജ്ഞാനം അവരിലേക്ക് കൊണ്ടുവരുന്ന കർത്താവെ, മികവിൻ്റെ ആത്മാവിനാൽ അവർ നിറയപ്പെട്ട് കർത്താവെ എല്ലാം നന്നായി ചെയ്യുവാൻ അവിടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവ്, ഓരോ വ്യക്തിയും അവർക്ക് തന്നെ മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവെ, അങ്ങേ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവെ. കർത്താവായ യേശുവെ, അങ്ങ് ഞങ്ങൾ വന്ന് വസിക്കണം, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളെ ഒരു അനുഗ്രഹമാക്കണം. നാമത്തിൽ തന്നെ ആമേൻ. സ്ട്രോക്ക് വന്നു, തലയിൽ രക്തം കട്ട പിടിച്ച് 3 ആശുപത്രികളിൽ മാറി മാറി ചികിത്സിക്കേണ്ട സാഹചര്യം ഉളവായി. എന്നിട്ടും ഒരു പ്രയോജനവും ഇല്ലാതെ വിഷമിക്കുന്ന വേളയില്ല പ്രേയിങ് കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ട് എന്ന ഒരു വർത്തമാനം അവർക്ക് അറിയാനിടെ. പുനലൂറുകാരവർ ഇവർ ചെയ്തത് പ്രേയിങ് കേരളയിലേക്ക് ദൈവബ്രദറെ പ്രാർത്ഥന വിഷയം അറിയിച്ചു. നമ്മൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്തത് ചലനമില്ലാതിരുന്ന വലത് കരവും തലയുടെ സ്തംഭിച്ച അവസ്ഥയും പൂർണ്ണമായും യേശു മാറ്റി തന്നു. പ്രവർത്തിച്ച കർത്താവിനും നന്ദി അറിയിക്കുന്നു. തീർച്ചയായിട്ടും സമുദ്രം അനേക പ്രിയപ്പെട്ടവർ ഇതുപോലെ പല രോഗങ്ങളുടെ കടന്നു പോകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സൗഖ്യമാക്കുന്നു. 8 വർഷമായി അസ്ഥിക്ക് തേയ്മാനം സമുദ്രയെ കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്തായിരുന്നു കൊല്ലത്തുനിന്നും ഒരു മാതാവ് പ്രേയിങ് കേരളയിൽ ഈ പ്രാർത്ഥനാ വിഷയം വിളിച്ചു പറഞ്ഞു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു, യേശു പരിപൂർണ സൗഖ്യം നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് ക്യാൻസർ നിമിത്തം പല നാളുകളായിട്ട് ചികിത്സ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ പ്രേയിങ് കേരളയെ കുറിച്ച് ഇവർക്ക് അറിയുവാനിടയായത് അവർ പ്രാർത്ഥനാ വിഷയം അറിയിച്ചു. നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് പരിപൂർണമായ സൗഖ്യത്തെ യേശു നൽകി കൊടുത്തു എന്ന് അവർ അറിയിച്ചിരിക്കുന്നു. 2.5 വയസ്സുള്ള കൊച്ചുങ്ങൾ എന്ത് ആഹാരം കഴിച്ചാലും ഛർദ്ദിക്കും. സമുദ്രം വലിയ പ്രയാസത്തിന് നടുവിലാണ് ആലുവയിൽ നിന്നൊരു സഹോദരി പ്രേയിങ് കേരളയിൽ കൊച്ചുമകളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിച്ചത്. പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മകളുടെ ഈ പ്രാർത്ഥനാ വിഷയത്തെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അന്ന് യേശു സൗഖ്യമാക്കി. പിന്നീട് ഇതുവരെയും ഛർദ്ദിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മളെ അറിയിക്കുന്ന അങ്കിളിൻ്റെ മകൾ 3 വയസ്സുള്ള കുഞ്ഞ് ചെറുപ്രായത്തിൽ തന്നെ അതിന് ഫിറ്റ്സ് വരുന്ന പ്രയാസമുണ്ടായിരുന്നു. അതേ തുടർന്ന് മരുന്നുകൾ മാറി മാറി കഴിക്കുമായിരുന്നു. പ്രേയിങ് കേരളയുടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അവർ വെറുതെ TV വെച്ചപ്പോൾ രാവിലെ ഹാർവസ്റ്റ് TVയിലൂടെ എല്ലാ മാസവും രണ്ടാമത്തെ ആഴ്ചയിലാണ്. രണ്ടാമത്തെ ആഴ്ച വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ നടക്കുന്ന പ്രാർത്ഥനയ്ക്ക് 6 മുതൽ 7 വരെ നടക്കുന്ന പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്ക് ശേഷം വീണ്ടും 11 മുതൽ 12 വരെയുള്ള 1.5 മണിക്കൂർ സമയം നമ്മൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു. അപ്പോൾ ആ ശനിയാഴ്ചത്തെ പ്രാർത്ഥന വെറുതെ TV വെച്ചപ്പോൾ കിട്ടിയതാ. അവർ പെട്ടെന്ന് അന്നേരം നടക്കുന്ന പ്രാർത്ഥനയായതുകൊണ്ട് ഓടി വന്ന് ആ കുഞ്ഞിനെയും കൂടെ ചേർത്ത് പിടിച്ച് TVയിൽ കരം വെച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുത സൗഖ്യം കൊടുത്തു. ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നു ഇനിയും ആ കുഞ്ഞിന് ആയുസ്സിൽ മരുന്ന് ഈ വിഷയത്തിന് വേണ്ടി കഴിക്കണ്ട എന്ന് ഡോക്ടേഴ്സ് അറിയിക്കുന്നു. 19 വർഷങ്ങളായി ശരീരത്തിൽ ഒരു മുഴ. ഈ സന്ദർഭത്തിൽ ഇവർ ശനിയാഴ്ച ദിവസം പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം എണ്ണയെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമായിട്ട് ആ മുഴയുടെ മീതെ പുരട്ടി. ഇത് കോട്ടയത്തു നിന്ന് ഇവർ ഇത് അറിയിച്ചിരിക്കുന്നത്. സിനിമ 24/8/2020 ഈ വിടുതലിൻ്റെ സാക്ഷ്യം ഇവിടെ വന്നിരിക്കുന്നത്. അല്പം എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ
19 വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ മുഴ പൊട്ടിപ്പോയി. യേശുവിൻ്റെ പരിപൂർണ സൗഖ്യത്തെ ഓമന സാക്ഷ്യപ്പെടുത്തുന്നു. ഈ യേശു നമുക്ക് വേണ്ടിയും ഈ രാത്രി പ്രവർത്തിക്കുവാൻ വിശ്വസ്തൻ തന്നെയാണ്. തീർച്ചയായിട്ടും സമുദ്ര കൂട്ടുകാരി സുമ, കരളിൽ വെള്ളം കെട്ടുന്ന അസുഖം വളരെ പ്രയാസത്തോടെ കടന്നു പോകുന്ന സമയത്താണ് പത്തനംതിട്ടയിൽ നിന്നൊരു മാതാവ് ചെയ്തത്. പ്രിയങ്ക ശുശ്രൂഷയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവിനെ കുറിച്ച് ആ കുടുംബത്തോട് പറഞ്ഞത്. നമ്മുടെ കൂടെ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണ സൗഖ്യം നൽകി എന്ന് അറിയിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി രോഗത്താൽ വിഷമിക്കുന്നവരുടെ സൗഖ്യത്തിനായി നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. അറിയാവുന്ന ഒരു വ്യക്തി ബിൻസ് കോവിഡ് മൂലം വെന്റിലേറ്ററിലായിരുന്നു. നിലവിട്ടുപോയ സാഹചര്യത്തിൽ പ്രിയങ്കയെ ചേർന്ന് പ്രാർത്ഥിക്കുവാൻ ബ്ലസ്സി പാലക്കാട് നിന്ന് തയ്യാറായി. നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുത സൗഖ്യത്തോടെ അദ്ദേഹത്തെ പരിപാലിച്ചു. പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഈ രാത്രി നന്ദി പറയുമ്പോൾ കോവിഡ് ബാധിതരായ രോഗികളുടെ സൗഖ്യം, മറ്റു രോഗത്താൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ അവരുടെ സൗഖ്യത്തിനായി ഈ രാത്രി നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, കോവിഡ് രോഗികളെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം അവർക്കുണ്ടാകട്ടെ. അവരുടെ ശ്വാസകോശം വികസിക്കട്ടെ കർത്താവേ. എല്ലാ ഭയവും അവരുടെ ഉള്ളത്തിൽ നിന്ന് വിട്ടുപോകട്ടെ. ദൈവിക സംരക്ഷണം നൽകുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവബ്രദറെ, എണ്ണയും വെള്ളവും എടുത്ത സ്പ്രിംഗ്ലറുടെ എല്ലാ പ്രാർത്ഥനാ വേളകളിലും ദൈവ തിരുവഴുത്തിൽ കാണിച്ചു തന്നിരിക്കുന്ന ആ മാതൃകയിൽ നമ്മൾ ചെയ്യുന്നു. എത്രയോ ആയിരങ്ങൾ അവരുടെ വീട്ടിലെ മരുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഉപയോഗിക്കുന്ന എണ്ണയും വെള്ളവുമാണ് എന്ന് നമുക്ക് എങ്ങനെയും ചിന്തിക്കാൻ പറ്റുമോ? മീൻ മറക്കാൻ ഉപയോഗിക്കുന്ന എണ്ണ നമ്മൾ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യേശു അത് നമ്മുടെ മരുന്നാക്കി മാറ്റുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ യേശു എത്ര നല്ലവൻ. ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മളൊക്കെ ഉറങ്ങാൻ പോകുക. പക്ഷെ അപ്പോൾ തന്നെ ദൈവബ്രദറെ, ഉറക്കമില്ലാതെ വിഷമിക്കുന്ന ഇതിനകത്ത് അനേകരുടെ വിവരങ്ങൾ ഉറക്കമില്ലാതിരുന്നു. അവർക്ക് പ്രിയങ്കയെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു. അന്ന് മുതൽ അവർക്ക് മരുന്ന് കഴിച്ചിട്ട് ഉറങ്ങാത്തവർക്ക് ഉറക്കം ലഭിക്കുന്ന വിവരങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിന്ന് രാത്രി പ്രാർത്ഥിക്കണം. ഉറക്കമില്ലാത്തവർക്ക് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങണം. രോഗത്താൽ വിഷമിക്കുന്നവരുണ്ട്. വെപ്രാളം, ഭയം, വയറ് വീർത്തു വരിക, ഗ്യാസ് കയറുന്നു, BP കൂടുന്നു, തല പൊട്ടിപ്പോകുന്ന അവസ്ഥ, രാത്രിയിൽ കിടന്നാൽ തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുക, അല്ലെങ്കിൽ ജനലെ പിടിച്ച് തൂങ്ങി നിൽക്കുക, അല്ലെങ്കിൽ മുറ്റത്തൂടെ നടക്കുക എന്നിങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരവരുടെ വീടുകളിൽ നിങ്ങൾ കുടിക്കുന്ന അല്പം വെള്ളം കരങ്ങളിൽ എടുത്താട്ട് ഈ സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അത് കുടിക്കുക. ആവശ്യമാണെങ്കിൽ ആ വീടിൻ്റെ അകത്തും പുറത്തുമൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് തളിച്ചിട്ട് ചില വീടുകളിലൊക്കെ എന്തൊക്കെയോ ബാധ എന്ന് പറഞ്ഞ് ചിലർ പാത്രങ്ങൾ വലിച്ചെറിയുന്നു, ആരൊക്കെയോ വന്ന് ഡോറിൽ തട്ടുന്നു. ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഇരിപ്പുണ്ട്. ഒരാളുടെ ശരീരം മുഴുവൻ വരിഞ്ഞു മുറുക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് വിട്ടുമാറുക. നമുക്കിന്ന് രാത്രി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ പൂർണ്ണ സൗഖ്യം എല്ലാവർക്കും ഉണ്ടാകേണ്ടതിനായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവ്, ഈ സമയത്ത് ഞങ്ങൾ കർത്താവ് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കരങ്ങളെടുത്ത് വെച്ചിരിക്കുന്ന എണ്ണ, വെള്ളം, കത്ത ഡോക്യുമെന്റ്സുകൾ, ആഹാര പദാർത്ഥങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കും നല്ല ചെയ്ത കർത്താവ്. എണ്ണ ശരീരത്തിൽ പുരട്ടും വളർത്തുമായി സൗഖ്യപ്പെടുത്തൽ ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വെള്ളം കുടിക്കുമ്പോൾ ദൈവികപ്പെടുത്തലാണ് നിറയപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് എന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു അവിടെയെല്ലാം ദൈവം നിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ അനുഗ്രഹിച്ച് പറ്റി. അപ്പോൾ തന്നെ ഈ രാത്രി ഓരോരുത്തർക്കും ഉറക്കം നൽകി കൊടുക്കണം. ഉറക്കത്തിൽ അവർ നേരിടുന്ന വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നാളേക്ക് ചിന്തിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നാളെ എൻ്റെ പൈസയുടെ കാര്യം ആരാ നടത്തി തരുന്നത്, എൻ്റെ സാമ്പത്തിക വിഷയം ആര് നിർവഹിക്കും. ഇവരും അതുപോലെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് പ്രിയങ്കയിൽ ചേർന്ന് പ്രാർത്ഥന സഹായം തേടുന്നത്. അപ്പോൾ ഇവർ ഈ എണ്ണയും വെള്ളമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ കയ്യിലെങ്ങാണ്ട് 100 രൂപ ഉണ്ടായിരുന്നു. അത് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചു. അടുത്ത ദിവസം അവർക്ക് വലിയൊരു തുക ആവശ്യമാണ് എന്ന് പ്രാർത്ഥിച്ചു. 25/1/2020 അവർ അറിയിച്ചിരിക്കുന്നത് അന്ന് തന്നെ 6000 രൂപ അവരുടെ കരങ്ങളിൽ ലഭിച്ചു. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ചോദിക്കുന്നതിനേക്കാളും നമുക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിക്കുവാൻ ഈ യേശു മതിയായവനാകയാൽ നമ്മുടെ പാർപ്പിടങ്ങൾ ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടു. ഈ രാത്രിയിൽ സുഖമായിട്ട് ഉറക്കം എല്ലാവർക്കും ഉണ്ടാകട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. ആശുപത്രികളിൽ ഭവനങ്ങളിലായിരിക്കുന്ന രോഗികളുണ്ട്, അവർ യേശുവിൻ്റെ സൗഖ്യത്താൽ നിറയട്ടെ. നമ്മുടെ വാഹനങ്ങൾ ഇന്ന് രാത്രിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്, മെഡിക്കൽ രംഗത്തുള്ളവരുണ്ട്, പോലീസ് മേഖലയിലുള്ളവരുണ്ട്, മറ്റു ഇതര മേഖലകളിൽ ദീർഘദൂര വാഹനങ്ങൾ ഓടിക്കുന്നവരുണ്ട്. എല്ലാവരുടെ മേലും ദൈവത്തിന്റെ സംരക്ഷണത്തിനും അനുഗ്രഹത്തിനുമായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കുടുംബങ്ങളെ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാത്രിയിൽ
സുഖകരമായ ഉറക്കം ഓരോ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. രാത്രി ജോലിക്കായി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുമ്പോൾ ദൈവിക സംരക്ഷണം അവരോട് കൂടി ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ലൊരു പ്രഭാതം ഞങ്ങൾക്ക് നൽകും. ഓരോ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നിനക്ക് പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അത്യുന്നതനായ യേശു കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെയും ഞങ്ങളുടെ പാർപ്പിടങ്ങളെയും വാഹനങ്ങളെയും വരുമാന മാർഗങ്ങളെയും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും അർപ്പിക്കുന്ന പിതാവിനെ മാതാവിനെ അനുഗ്രഹിക്കുന്നു, സംരക്ഷിക്കും. ആ ഭർത്താവിനെ ഭാര്യ അനുഗ്രഹിക്കുന്നു, അവിടുന്ന് സംരക്ഷിക്കും. ആ ബ്രദറിനെ ആ സിസ്റ്ററിനെ അനുഗ്രഹിക്കുന്നു, ആ യുവതിയെ യുവാവിനെ അനുഗ്രഹിക്കുന്നു, ആൺകുഞ്ഞിനെ പെൺകുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. ദൈവിക സംരക്ഷണം ചാരത്തും ദൂരത്തുമായിരിക്കുന്ന എല്ലാവരോടും കൂടെ ഇരിക്കും യേശുവിൻ നാമത്തിൽ പിതാവേ. പ്രിയമുള്ളവരെ, നാം ഒറ്റയ്ക്കല്ല, യേശു നമ്മോടുകൂടെ ചേർന്ന് യേശു